ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയൊരു സ്കോളർഷിപ്പിന്റെ അപ്ഡേഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്, എത്രയ്ക്ക് എമൗണ്ട് ആണ് ഇതിലൂടെ ലഭ്യമാവുന്നത്, എങ്ങനെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയറുകൾ ഇൻസൈറ്റ് 360 ആപ്പ് വഴി നടത്തേണ്ടത്, ഇതിനെ കുറിച്ചിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോനകത്ത് പറയുന്നുണ്ട്. ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് എന്താണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. വിദേശ രാജ്യങ്ങളിലെ ഉന്നത പഠനം, അതായത് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് നിങ്ങൾ സ്വപ്നം കാണുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥിനികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുക എന്നത് ഒരു നിർണായക ഘടകമാണ്. അപ്പോൾ വിദ്യാഭ്യാസം വഴി ലോക സമാധാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിലോന്ത്രാപ്പിക് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഇന്റർനാഷണൽ പീസ് സ്കോളർഷിപ്പ്. മികച്ച അക്കാദമിക് നിലവാരമുള്ളതും പഠനശേഷം സ്വന്തം രാജ്യത്തേക്ക് തിരികെ എത്തി സമൂഹത്തിന് സംഭാവന നൽകാൻ പ്രതിജ്ഞാബദ്ധമായ വനിതാ വിദ്യാർത്ഥിനികളെ പിന്തുണയ്ക്കുന്ന ഈ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ മാതാപിതാക്കളെയും വിദ്യാർത്ഥികളെയും ശ്രദ്ധയ്ക്കായിട്ട് നമുക്കിനി ഇവിടെ നോക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾ, അഡ്മിഷൻ നടപടികൾ, കരിയർ ഗൈഡൻസ്, നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇനി ഈ ഒരു ആപ്പിലൂടെ തന്നെ ഇൻസൈറ്റ് 360 ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ ഗൈഡൻസ്, എല്ലാ പുതിയ അപ്ഡേറ്റുകളും അവസരങ്ങളും ഡെഡ് ലൈനുകളും നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാനായിട്ട് ഈ പഠന ലോകത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ മാറ്റി നിങ്ങളുടെ ഭാവിയിലേക്കൊരു കറക്റ്റായിട്ടുള്ളൊരു വഴികാട്ടിയായിട്ട് ഇൻസൈറ്റ് 360 നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിനായിട്ട് ഇൻസൈറ്റ് 360 ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഇനി സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. 1949 സ്ഥാപിതമായ PEO ഇന്റർനാഷണൽ പീസ് സ്കോളർഷിപ്പ് ഫണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ വിദ്യാർത്ഥിനികൾക്ക് US-ലോ അല്ലെങ്കിൽ കാനഡയിലോ ബിരുദാനന്തര ബിരുദം നടത്തുന്നതിനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഈ ഒരു സ്കോളർഷിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥിനികൾക്ക് $12,500 വരെ ധനസഹായം ലഭ്യമാകും. US അല്ലെങ്കിൽ കാനഡ എന്നീ രാജ്യങ്ങളിലെ ഉപരിപഠനത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് നൽകുന്നത്. വനിതാ വിദ്യാർത്ഥിനികൾക്ക് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് അപേക്ഷകരെ താഴെ പറയുന്ന കാര്യങ്ങളാണ് ഇനി ഫോളോ ചെയ്യേണ്ടത്. ഒരു അന്താരാഷ്ട്ര വിദ്യാർത്ഥിനി ആയിരിക്കണം. US-ലോ അല്ലെങ്കിൽ കാനഡയിലോ പൗരത്വമോ സ്ഥിര താമസക്കാരോ ആയവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. US-ലെയോ കാനഡയിലോ അംഗീകൃത കോളേജുകളിലെ അല്ലെങ്കിൽ സർവകലാശാലകളിലെ ഒരു ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് പഠനം നടത്തുകയോ അല്ലെങ്കിൽ കോട്ടെ കോളേജിലെ പഠനം നടത്തുകയോ ചെയ്യുന്ന ഒരു വനിതയായിരിക്കണം. ഇനി പഠനം പൂർത്തിയാക്കാൻ കുറഞ്ഞത് ഒരു വർഷത്തെ ഫോർമൽ കോഴ്സ് വർക്കിംഗ് ബാക്കി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റേജിൽ മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു 6 മന്തിലാണ് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആയിരിക്കില്ല ഈ ഒരു സ്കോളർഷിപ്പിന്. അപ്പോൾ കോഴ്സിന്റെ കാലാവധി അത്രയും US-ലോ അല്ലെങ്കിൽ കാനഡയിലോ താമസിക്കുന്നവരായിരിക്കണം. നികുതി ആവശ്യങ്ങൾക്കായിട്ട് താമസിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും ഇത് യോഗ്യരാണ്. ഇനി പഠനം പൂർത്തിയാക്കിയ ഉടൻ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൺലൈൻ കോഴ്സുകൾ, ഗവേഷണം, ഇന്റേൺഷിപ്പുകൾ അല്ലെങ്കിൽ പ്രായോഗിക പരിശീലനം എന്നിവയ്ക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭ്യമാകില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ്. മെറിറ്റിൻ്റെയും യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ സ്കോളർഷിപ്പിനായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി അപേക്ഷകൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപേക്ഷകൾ പൂർണ്ണമായിട്ടും നമ്മൾ ഓൺലൈൻ വഴി തന്നെയാണ് സമർപ്പിക്കേണ്ടത്. പ്രധാനപ്പെട്ട തീയതികൾ 2025-2026 വർഷത്തേക്ക് സെപ്റ്റംബർ 15 മുതൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മന്ത് 15 വരെ, ഡിസംബർ 15 വരെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇൻസൈറ്റ് 360യുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് സ്കോളർഷിപ്പിൽ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾ അക്കൗണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സ്കോളർഷിപ്പിനകത്ത് ഡോക്യുമെൻറ്റേഷൻസ് പറയുന്നത് അതെല്ലാം തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഇനി ആവശ്യമായ രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട്, വിസ, അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം പൂർണ്ണമായിട്ടും ഫിൽ ചെയ്തതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവസാന യോഗ്യത, അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം.
സ്കോളർഷിപ്പ് ഇപ്പം ഒരിക്കൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥിനികളാണെങ്കിലും അടുത്ത അധ്യയന വർഷത്തിലേക്കും നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നതിനായിട്ട് വീണ്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ USA, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന മിടുക്കരായ പെൺകുട്ടികൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും മൂല്യവത്തായ ഒരു സാമ്പത്തിക പിന്തുണയാണ് ഈ ഇന്റർനാഷണൽ പീസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് പഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോവുക മാത്രമല്ല, ആ അറിവ് സ്വന്തം രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട് വിനിയോഗിക്കാൻ പ്രതിജ്ഞാബദ്ധരാകുക എന്ന വലിയ സന്ദേശം കൂടിയാണ് ഈ IPS നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ കാലാവധി. പ്രത്യേകിച്ചും 2025 ഡിസംബർ 15 എന്നുള്ള ഒരു സമയത്തിനുള്ളിൽ മുൻപ് തന്നെ നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുക, ഡെഡ് ലൈനിലോട്ട് നിൽക്കാതിരിക്കുക. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും നേരത്തെ തന്നെ തയ്യാറാക്കുകയും നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ അന്താരാഷ്ട്ര സ്കോളർഷിപ്പ് നേടാനുള്ള ശ്രമം ഓരോ വിദ്യാർത്ഥിനിക്കും അവരുടെ സ്വപ്നത്തിലേക്ക് ഉള്ള ഒരു വാതിൽ തുറക്കാനുള്ള ഒരു മികച്ച അവസരം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് ഫോളോ ചെയ്യുക. ഞങ്ങളുടെ ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്.